ഹലോ കുട്ടീസ്, അപ്പോൾ ദേ ഇന്ന് ഓഫുള്ള ദിവസത്തിൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാം ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ടത് ഈ ഒരു വലിയ കുരുവാണ്. തൊട്ടപ്പുറത്ത് വേറൊരു കുരുവുണ്ട്, അത് കുറച്ച് ദിവസമായിട്ടോ വന്നിട്ട്. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞ് ഞാൻ നേരെ ചായക്ക് വെള്ളം വെക്കാണ്ട് കയറി കേട്ടോ. ചായ ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ കാണല്ലോ. അത് തന്നെ കേട്ടോ എൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അങ്ങനത്തെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ നിന്ന് ആലോചിക്കുന്ന വേറൊന്നുമല്ല, ഇന്നിനി എന്ത് കറി വെക്കാൻ എടുക്കുമെന്നാണ് കേട്ടോ ആലോചിക്കുന്നത്. ഈ പോയത് എൻ്റെ ഫോണാണ്, ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. ഈ മീനിൻ്റെ പേര് അറിയാവുന്നതിന് കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് അറിയത്തില്ല, അയാൾ ഏതൊരു മീനിൻ്റെ പേര് പറയുന്നത് കേട്ടു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. പിന്നെ സയാമീസ് മുരട്ടകളെ ഞാൻ വേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പശുവിനെ എവിടെ കെട്ടിയാലും ഒരു വെള്ളക്കൊക്കെ എപ്പോഴും ഇതിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കും കേട്ടോ. ഇതൊന്നും ഒന്നും ചെയ്തത് പോലും ഇല്ലായേ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിട്ട് ഞാൻ എൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കുന്നത്. പിന്നെ കട്ടിലിനടിയിൽ നിന്നൊക്കെ കുറേ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്കെൻ്റെ പാതി ജീവൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടെഡി ബിയർ ഉണ്ട്, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. എനിക്കിപ്പോൾ റെഡ് കളറിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതുവരെ കറി വെച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു മീനാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഞാൻ വെച്ച രീതി കൊണ്ടാണോ എന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ അരിയുന്നത് ഞാൻ പിറ്റേന്നേ കരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ. പണ്ടൊക്കെ കൈ മുറിയുവാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് പിന്നെ അടുക്കളയിൽ കയറത്തില്ല കേട്ടോ. ഇപ്പം അതൊക്കെ ശീലമായിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുടി കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും കേട്ടോ. ഒരു രീതിക്ക് നമുക്ക് കെട്ടാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് മീനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴായിട്ട് എനിക്കൊരു ഓറിയോ ഷേക്ക് കുടിക്കാൻ തോന്നിയത്. അപ്പം ഞാൻ വെച്ച് വീട്ടിൽ തന്നെ അടിച്ച് കുടിക്കാമെന്ന് കേട്ടോ. അങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബജ്ജി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് പുനലൂർ കോളേജിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വൈകിട്ട് അപ്പുറത്തെ മാമൻ്റെ കടയിൽ നിന്ന് വന്ന് ഇഷ്ടംപോലെ ഇതേപോലെ കഴിക്കുമായിരുന്നേ. അപ്പോൾ ഇത്രയും കളയാറുണ്ട് എൻ്റെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്.